ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചതുമൂലം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു. ഇൻഡെക്സ് 0.86% ഇടിഞ്ഞ് 24,039 ക്ലോസിംഗ് നൽകി. അതേസമയം മറ്റുള്ള ഡേറ്റകളെല്ലാം മാർക്കറ്റിൽ ബൈയിങ്ങിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാൻ സാധിക്കും. ജപ്പാൻ്റെ ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വ്യാഴാഴ്ച 8,250 കോടിയുടെ ബൈയിങ് നടത്തി. കഴിഞ്ഞ ഒരാഴ്ചയിലെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 29,513 കോടിയുടെ ബൈയിങ്ങാണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $66.98 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയതും ഒരു അനുകൂല ഗ്ലോബൽ ക്യൂസ് ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഭീകരാക്രമണത്തെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചതും ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റിയുമാണ് മാർക്കറ്റിന് മുന്നിലെ ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞത്. ഇനി വരുന്ന ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കാം. ഇന്നത്തെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 24,039 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ക്ലോസിംഗ് ബേസിസിൽ 24,000 എന്ന ലെവൽ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 24,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും 24,350 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്ക് മാറി എന്ന് നമ്മൾക്ക് അനുമാനിക്കാം. സൈഡ് വേസ് ട്രെൻഡിലേക്ക് മാറുന്നത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. ഈ സൈഡ് വേസ് ട്രെൻഡിലേക്ക് കുറച്ച് നേരം തുടർന്നതിന് ശേഷം അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള പ്രോബബിലിറ്റി വർദ്ധിക്കും. രണ്ടാമത്തേത് 24,350 എന്ന ലെവലിന് മുകളിൽ 24,350 എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 24,350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഇൻടാക്റ്റ് ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നിന്നും 24,400, 24,500 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുകയും അടുത്ത ബ്രേക്കൗട്ടിനുള്ള സാധ്യത വരികയും ചെയ്യും. അതേസമയം 23,900 എന്ന പ്രധാന സപ്പോർട്ട് മാർക്കറ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം വെച്ച് പുലർത്താൻ. ഇതിന് സമാനമായ സിറ്റുവേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത്. 54,800 ഒരു പ്രധാന സപ്പോർട്ടാണ്. 54,800-നും 55,500-നും ഇടയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡിലേക്കോ നീങ്ങിയതായിട്ട് നമ്മൾക്ക് അനുമാനിക്കാം. 55,500-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് പോസിറ്റീവ് അപ് ട്രെൻഡ് ശക്തമായെന്നും 56,000 പോലുള്ള ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുമെന്നും നമ്മൾക്ക് അനുമാനിക്കാം. അതേസമയം 54,800 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സെൻറ്റിമെൻറ്റ് ബിയറിഷ് ആകാനും സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അൺസർട്ടനിറ്റികളുടെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിൽ വെയിറ്റേജ് കൂടുതലുള്ളതും അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്നതുമായ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ വേണം നമ്മൾ അക്കുമുലേറ്റ് ചെയ്യാൻ. ഈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ലോങ് ടൈമിൽ നമ്മൾക്ക് മികച്ച റിട്ടേണും നൽകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ഒരു സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1,480 രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകി. 1,480-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയ ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. 2,000 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ. 2,000-ൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇൻഫോസിസ്. 1,488-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് പൊസിഷൻ എടുക്കാം. 1,500, 1,580, 1,600 പോലുള്ള ടാർഗറ്റുകളാണ് ഇൻഫോസിസിൽ നിന്നും എയിം ചെയ്യേണ്ടത്. ഇവിടെ 1,450-നടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 1,450 എന്ന റേഞ്ചിനടുത്തും സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ടാറ്റ മോട്ടോഴ്സ്. ഒരു സമയത്ത് 1,200 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 600 രൂപ വരെ ഇടിഞ്ഞു. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. MACDയും RSIയും സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. സ്റ്റോക്ക് 666-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 700 എന്ന ടാർഗറ്റാണ് എയിം ചെയ്യേണ്ടത്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ 640 എന്ന റേഞ്ചിനെ വേണം സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാൻ. ലോങ് ടൈമിലേക്കും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 40% റിട്ടേൺ തരാൻ കേപ്പബിലിറ്റിയുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. അതിനുവേണ്ടി ദീർഘകാലം സ്റ്റോക്കിനെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും.
മൂന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കാണ്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1320 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 1320 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോക്ക് 1350 എന്ന ലെവലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 1400 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 1300-നടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത്. 1290 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1320 മുകളിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. 1350, 1375 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.